പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധം വഷളാകുന്നതിനിടെ അഫ്ഗാനിസ്ഥാനുമായി സാമ്പത്തിക സഹകരണം വിപുലീകരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. $10 കോടി കരാർ. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് താലിബാൻ വ്യവസായ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി ഇന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി ദിവസങ്ങൾക്കകമാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രാദേശിക വ്യാപാര സ്വാധീനത്തിന് തിരിച്ചടി നൽകുന്ന സുപ്രധാന നീക്കം കൂടിയാണിത്. അഫ്ഗാനിസ്ഥാന്റെ റോഫീസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഇന്ത്യയുടെ സൈഡസ് ലൈഫ് സയൻസസും തമ്മിൽ ദുബായിൽ ഒപ്പുവെച്ച ഈ ധാരണാപത്രം അഫ്ഗാനിസ്ഥാന്റെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് വിപുലമായ മാറ്റത്തിനും രാജ്യത്തെ ആരോഗ്യമേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ദുബായിലെ അഫ്ഗാൻ കോൺസുലേറ്റിൽ അഫ്ഗാൻ അംബാസഡറുടെയും മുതിർന്ന വാണിജ്യ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പിട്ടത്. കരാർ പ്രകാരം ഇന്ത്യയിലെ പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളിലൊന്നായ സൈഡസ് ലൈഫ് സയൻസസ് തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യും. കാലക്രമേണ കമ്പനി തങ്ങളുടെ നിർമ്മാണശാല അഫ്ഗാനിസ്ഥാനിലും സ്ഥാപിക്കുകയും മരുന്ന് ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്യും. പ്രാദേശിക ഉൽപ്പാദനത്തിനായുള്ള സാങ്കേതിക വിവരങ്ങളുടെയും വൈദഗ്ധ്യത്തിന്റെയും കൈമാറ്റം ഇതിനകം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആരോഗ്യ പരിപാലന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിലവാരമില്ലാത്ത ഇറക്കുമതി മരുന്നുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അഫ്ഗാൻ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളുടെ സാങ്കേതിക കഴിവുകൾ ഗണ്യമായി ഉയർത്തുന്നതിനുമുള്ള ഒരു നീക്കമായാണ് അഫ്ഗാൻ കോൺസുലേറ്റ് ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ നീക്കം നിർണായകമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലാണ് വരുന്നത്. താലിബാൻ അടുത്തിടെ പാകിസ്ഥാനുമായുള്ള വ്യാപാരം നിരോധിക്കുകയും പാക് വിതരണക്കാരുമായുള്ള ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ബന്ധങ്ങൾ 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ അഫ്ഗാൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനാൽ പരമ്പരാഗതമായി അഫ്ഗാൻ വാണിജ്യത്തിന്റെ പ്രധാന ഗതാഗത വ്യാപാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാനെ വലിയ തിരിച്ചടിയായാണ് പുതിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കരാർ വിലയിരുത്തപ്പെടുന്നത്.